നമസ്കാരം. സംസ്ഥാനത്ത് ആകെ കോലാഹലമാണ്. ADGP അജിത് കുമാറിന്റെ കാര്യത്തിൽ എന്താണ് തീരുമാനമെടുക്കുക എന്നുള്ളത് അറിയാതെ ആകെ ആകാംക്ഷയിലാണ് പൊതുജനങ്ങളും. രാഷ്ട്രീയ സമൂഹവും അതേ ആകാംക്ഷയിൽ തന്നെയാണ്. ഇതിനെ എങ്ങനെയായിരിക്കും പിണറായി കൈകാര്യം ചെയ്യുക എന്നുള്ളത് ഏറെ വിലയിരുത്തി ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. മാത്രമല്ല, ADGP MR അജിത് കുമാർ ഒരു മാസത്തേക്ക് ലീവിൽ പോകുന്നു, അവധിയിൽ പോകുന്നു എന്നുള്ള വാർത്തകളും കേൾക്കുന്നുണ്ട്. എന്തായിരുന്നു ADGPയുടെ ഈ ലക്ഷ്യം എന്നുള്ളത് കൂടി നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ചിന്തിച്ചാൽ സംസ്ഥാന പോലീസ് മേധാവിയാകാനുള്ള സീനിയോറിറ്റിയിൽ നിലവിൽ 6ാം സ്ഥാനത്തുള്ള ADGP MR അജിത് കുമാർ RSS നേതാക്കളെ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുകയാണോ ചെയ്തത് എന്നുള്ളതും ചിന്തിക്കേണ്ടി വരും. അത്തരത്തിൽ സമ്മർദ്ദം ചെലുത്തി 3 അംഗ അന്തിമ പാനലിൽ ഇടം നേടാനുള്ള തന്ത്രങ്ങളാണ് ഇപ്പോൾ പയറ്റിയത് എന്നുള്ള വിവരങ്ങളുമൊക്കെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. RSS മേധാവി മോഹൻ ഭാഗവത് കഴിഞ്ഞാൽ രണ്ടാമനായ ദത്താത്രേയ ഹൊസബളയെ തൃശ്ശൂരിൽ കണ്ടതിന് പിന്നിൽ DGP കസേര ഉറപ്പിക്കാനുള്ള സമ്മർദ്ദമായിരുന്നു എന്നാണ് പുറത്തു വരുന്ന നിഗമനങ്ങൾ. പക്ഷേ 3 അംഗ ചുരുക്കപ്പട്ടിക ഉണ്ടാക്കേണ്ടത് കേന്ദ്രമാണ്. അതാണ് സംസ്ഥാനത്തിന് അയക്കുന്നത്. അതിൽ നിന്നും മാത്രമേ DGPയെ തിരഞ്ഞെടുക്കാൻ സംസ്ഥാനത്തിന് കഴിയൂ. ഈ പട്ടികയിൽ കയറി കൂടിയാൽ മാത്രമേ സംസ്ഥാന പോലീസ് മേധാവി ആകാൻ കഴിയൂ. നിലവിലെ DGP ഷെയ്ഖ് ദർവേസ് സാഹിബ് ജൂലൈയിൽ വിരമിക്കുമ്പോൾ സീനിയോറിറ്റിയിൽ 6ാമനായിരിക്കും അജിത്. BSF മേധാവിയായിരിക്കെ കേന്ദ്ര സർക്കാർ കേരള കേഡറിലേക്ക് തിരിച്ചയച്ച നിതിൻ അഗർവാളാണ് സീനിയോറിറ്റിയിൽ 1ാമൻ. രണ്ടാമനായ ഹരിനാഥ് മിശ്ര ഇപ്പോൾ ഇന്റലിജൻസ് ബ്യൂറോയിൽ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലാണ്. അദ്ദേഹത്തിന് 2025 ജൂലൈ വരെയേ സർവീസ് ഉള്ളൂ. അദ്ദേഹം DGP ദർവേഷിനൊപ്പം വിരമിക്കും. സീനിയോറിറ്റിയിൽ അടുത്തത് റവാഡ ചന്ദ്രശേഖറാണ്. അദ്ദേഹം കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയിൽ അഡീഷണൽ ഡയറക്ടറാണ്. ഷെയ്ഖ് ദർവേഷിനെ DGPയായി തിരഞ്ഞെടുക്കുന്ന കാലത്ത് കേന്ദ്ര ഡെപ്യൂട്ടേഷൻ മതിയാക്കി കേരളത്തിലേക്ക് തിരിച്ചെത്താൻ റവാഡ ശ്രമിച്ചതാണ്. എന്നാൽ അദ്ദേഹത്തെ സർക്കാർ പരിഗണിച്ചില്ല. സീനിയോറിറ്റിയിൽ അടുത്തതായുള്ള DGP റാങ്കുള്ള സഞ്ജീവ് കുമാർ പട്ജോഷി വരുന്ന ജനുവരിയിൽ വിരമിക്കും. നിലവിലെ വിജിലൻസ് മേധാവി മനോജ് എബ്രഹാമാണ് സീനിയോറിറ്റിയിൽ അടുത്തത്. അദ്ദേഹത്തിന് 2031 ജൂൺ വരെ സർവീസുമുണ്ട്. അതിനാൽ തന്നെ പോലീസ് മേധാവിയാകാൻ നിലവിൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് മനോജ് എബ്രഹാമിനാണ്. SPGയിൽ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലുള്ള S സുരേഷാണ് സീനിയോറിറ്റിയിൽ അടുത്തത്. അദ്ദേഹത്തിന് 2027 ഏപ്രിൽ വരെ സർവീസുമുണ്ട്. ഇവർക്കെല്ലാം ശേഷം 6ാമനായിട്ടാണ് അജിത്തിന്റെ സ്ഥാനം. അജിത്തിന് 2028 ജനുവരി വരെ സർവീസ് ഉണ്ട്. അതിനാൽ മനോജ് എബ്രഹാം DGP ആയാൽ അജിത്തിന്റെ അവസരം നഷ്ടപ്പെടും. എന്നാൽ താൻ DGP ആയാൽ മനോജിന് താൻ വിരമിച്ച ശേഷം 3 വർഷം വീണ്ടും സർവീസ് കിട്ടുമെന്നതാണ് അജിത്തിന്റെ ഒരു വിലയിരുത്തൽ. സീനിയോറിറ്റിയാണ് പോലീസ് മേധാവിയുടെ ചുരുക്കപ്പട്ടികയിൽ സാധാരണയായി പരിഗണിക്കാറുള്ളത്. അതിനാൽ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തി സീനിയോറിറ്റി മറികടന്ന് ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെടാനും അജിത് ശ്രമിച്ചിരുന്നു. നേരത്തെ DGP ആയിരുന്ന ടോമിൻ തച്ചങ്കരിയെ പോലീസ് മേധാവിയാക്കാനുള്ള ചുരുക്കപ്പട്ടികയിൽ കേന്ദ്രം ഉൾപ്പെടുത്തിയിരുന്നില്ല. യോഗേഷ് കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പോവുകയും IBയിൽ പ്രവർത്തിക്കുന്ന റവാഡയ്ക്കും SPGയിലുള്ള സുരേഷിനും കേരളത്തിലേക്ക് മടങ്ങാൻ കേന്ദ്രം അനുമതി നൽകാതിരിക്കുകയും ചെയ്താൽ അജിത്തിന് സാധ്യത തെളിയുകയും ചെയ്യും. RSSന്റെ ഉന്നത നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ മറ്റു രാഷ്ട്രീയ ദൗത്യങ്ങൾക്ക് പുറമെ അജിത് തന്റെ DGP കസേരയ്ക്കുള്ള സമ്മർദ്ദം കൂടി ശക്തമാക്കാൻ കാരണം ഇതാണെന്നും വിലയിരുത്തുന്നു. ഇതുമാത്രമല്ല, മറ്റൊരു കാരണം അജിത് കുമാർ മുന്നോട്ട് വയ്ക്കാനുള്ളത് ഇതായിരിക്കും: CBIയുടെ മേധാവിയാകാനുള്ളത്. ഏതെങ്കിലും ഒരു തരത്തിൽ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് പോകാനുള്ള സാധ്യത തിരക്കുക കൂടി അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. മുഖ്യമന്ത്രിയെ ഏറെ പ്രശ്നത്തിലാക്കുന്നതും ഈ കാരണങ്ങളാണ്. കാരണം ഏതെങ്കിലും ഒരു തരത്തിൽ കേന്ദ്രത്തിന് അജിത് കുമാറിനെ എടുക്കണം എന്നുള്ള തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ
കേന്ദ്രം തൂക്കുകയും ചെയ്യും അജിത് കുമാറിനെ തൂക്കിയിട്ടുണ്ടെങ്കിൽ പ്രധാന ഗുണം എന്താണെന്ന് വെച്ചാൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായിട്ടുള്ള സകല കാര്യങ്ങളുടെയും എല്ലാ രേഖകളും തെളിവുകളും കിട്ടാൻ കാരണമാകും. അതുകൊണ്ട് തന്നെ കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പോകുന്നതിൽ നിന്നും ഇദ്ദേഹത്തെ മാറ്റി നിർത്തണമെന്നാണ് പിണറായി ആഗ്രഹിക്കുന്നത്. സ്വന്തം തല ആരും അറക്കാൻ കൊടുക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ പിണറായിക്ക് കൃത്യമായിട്ടും എങ്ങനെയെങ്കിലും അജിത് കുമാറിനെ ഇവിടെ തന്നെ നിലനിർത്തണമെന്നതാണ് ആവശ്യം. അതുകൊണ്ടാണ് എത്രയൊക്കെ കിണിഞ്ഞു പരിശ്രമിച്ചിട്ടും അജിത് കുമാറിനെതിരെ നടപടിയെടുക്കാനോ മറ്റുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകാനോ മുഖ്യമന്ത്രി തയ്യാറാകാത്തത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. നന്ദി.